സോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അതിനു മുന്നേ നിങ്ങൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോയിൽ നമുക്കൊരുപാട് സപ്പോർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു വ്യത്യസ്തമാർന്നൊരു പ്രൊഡക്റ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മലയും കുന്നും അത്തരത്തിലെല്ലാം കയറാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി തീപ്പൊരു ഐറ്റമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, HB ടോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു എന്താ പറയുക ക്രോളറാണ്. ഒരു 1:10 സ്കെയിൽ വരുന്ന IPX4 വാട്ടർ പ്രൂഫോട് കൂടിയിട്ടുള്ള ഒരു 4 വീൽ ഡ്രൈവിലുള്ള ഒരു അടിപൊളി തീപ്പൊരി ഐറ്റമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം. എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ്, കാരണം വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിസ്റ്റിൽ എപ്പോഴുള്ള വണ്ടിയാണ് ബ്രോങ്കോ. സോ നമുക്ക് ഈ സാധനം ഇച്ചിരി വെയിറ്റ് തോന്നിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ സാധനങ്ങൾ വന്നു. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയാണ് മെയിനായിട്ട് നമുക്ക് വരേണ്ടിയിരിക്കുന്നത്. വണ്ടി എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ മോൻ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം വലുതാണല്ലോ, സൈസ് വലുതാണ്. സോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്രോളർ. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ ഇവിടെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിമോട്ട് കൺട്രോളറും കാര്യങ്ങളും ബാറ്ററിയൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ അതൊന്നും നമ്മൾ നോക്കേണ്ടിയില്ല. സോ ഇതാണ് നമ്മുടെ ക്രോളർ. ഓക്കെ, അത്യാവശ്യം വെയിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്രൗളറിന് വേണ്ടത് വെയിറ്റും അതുപോലെ തന്നെ സസ്പെൻഷനാണ്. ഇത് രണ്ടും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. സോ ഗൈസ് ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ക്രൗളർ വന്നിരിക്കുകയാണ്. സോ ഇത് ഞാൻ കാണുന്ന സമയത്ത് എനിക്കിതൊരു ബ്രോങ്കോ ആയിട്ടൊക്കെ സിമിലാരിറ്റി തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ ഇതൊരു ക്രൗളർ ആണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതിൻ്റെ സസ്പെൻഷനാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു ക്രൗളറിന് വളരെ ഹൈ ആയിട്ടുള്ള മലയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഈസി ആയിട്ട് കയറുന്നുണ്ട്. സോ ഈ ഒരു പ്രോഡക്റ്റ് 4 വീൽ ഡ്രൈവ് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏകദേശം ആലോചിച്ചാൽ മതി ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ആയിരിക്കും എന്നുള്ള ആലോചിച്ചാൽ മതി. ഈവൻ ദോ ഇതൊരു ക്രൗളറാണ്, കൂടെ 4 വീൽ ഡ്രൈവ് ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി കൂടാതെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഫീച്ചർ വന്നതാ, വണ്ടിയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ട്. നമ്മളൊരു ക്രൗളറാണല്ലോ, അപ്പോൾ വേറെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിലേക്ക് നമുക്ക് പുഷ്പം പോലെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള സംഭവം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ലൈറ്റ്സ് വരുന്നുണ്ട്. നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ്സ് കത്തും. സോ ഒരു എന്താ പറയുക, അതും ഒരു അടിപൊളി സംഭവം തന്നെയാണ്. കൂടാതെ തന്നെ ടയേഴ്സൊക്കെ അത്യാവശ്യം എന്താ പറയുക, നല്ല അത്യാവശ്യം റബ്ബർ പോലുള്ള ഒരു ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഡോർസും കാര്യങ്ങളും നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റുന്നില്ല. ബാക്ക് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഓഫ് റോഡ് വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു സിഗ്നൽ എന്ന് പറയുന്ന പോലെ ഈ ഒരു സാധനം അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇതൊന്നും ഈ ഡോർസും കാര്യങ്ങളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കൂടാതെ തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ മോഡിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഓഫ് റോഡ് വണ്ടിയുടെ ഇതിലേക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊരു ബേസ് മോഡലാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് കാറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വേരിയസ് ഓഫ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ യൂക്ലിക്കിൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞങ്ങൾക്ക് DM ചെയ്യുക, ഇല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് വഴി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. സോ ഗൈസ് അതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ